ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. നിശാന്ത് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്നു. എല്ലാവർക്കും പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ അനുഗ്രഹീത നിമിഷം കർത്താവേ, ഞങ്ങളെ സഭയാൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു കർത്താവേ, ബ്രദറിനും സ്റ്റെഫി സിസ്റ്ററിനും കർത്താവെ അങ്ങ് അവകാശമായി കൊടുത്ത തലമുറയായി സമർപ്പണത്തോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു. കർത്താവ് കൊടുത്ത അതിലെ തലമുറയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, ആ കുടുംബത്തെയോ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അനലിയ ശുശ്രൂഷയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങയുടെ ദാസന്മാരെ കർത്താവ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദൂതന്മാർ ഉരുപിടിച്ചോളവയും കർത്താവിൽ നിൽക്കുന്നു പ്രാർത്ഥിക്കുന്നു. ആദ്യയുടെ പരിശുദ്ധമാവിന്റെ സാധാരണമായ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ വിശ്വസിക്കുന്നു. അത്ഭുതമേ സ്തോത്രമല്ല ഒന്നുമില്ലേ, ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല ഒന്നുമില്ലേ. മുമ്പോട്ട് വന്ന് 127 സങ്കീർത്തനം അതിന്റെ 3 മുതൽ 5 വരെയും 128 സങ്കീർത്തനം 1 മുതൽ അതിന്റെ അവസാന വാക്യങ്ങൾ വരെയും ശബ്ദമുയർത്തി വായിക്കുന്നതായി. മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരബലം അവൻ തരുന്ന പ്രതിഫലം തന്നെ. വീരന്റെ കയ്യിൽ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തന്റെ ആവനാഴി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയില്ല. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴി നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മ കാണും.
നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേൽ മേൽ സമാധാനം ഉണ്ടാകട്ടെ. Praise the Lord. അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എന്റെ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എന്റെ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ പ്രിയ ടിറ്റോ ബ്രദറിനെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടുകൂടിയായിരുന്നു. തക്ക സമയമായപ്പോൾ തക്ക തുണയായിട്ട് പ്രിയ സിസ്റ്റർ കുടുംബത്തിലേക്ക് നിങ്ങൾ ഒന്നായിട്ട് ശേഷം പ്രിയ മകൾ സിയ ജനിക്കുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. അവസാനമായി നിങ്ങൾ നാമകരണം ചെയ്തിരിക്കുന്ന പ്രിയ പൈതൽ ജിയ ടിറ്റോ തോമസ് എന്ന ഈ പൈതൽ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നിരിക്കുന്നു. ഈ പ്രിയ പൈതൽ ദൈവത്തിന്റെ ദാനമെന്നും ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രതിഫലമെന്നും ഇത് നിങ്ങളുടെ അവകാശമെന്ന് നിങ്ങൾ ഇരുവരും പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ ദൈവസഭയെ സാക്ഷി നിർത്തിക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ഇരുവരോടും ചോദിക്കുന്നു, ഈ തലമുറയുടെ മുമ്പിൽ മാതൃകയോടെ ജീവിച്ച് ജീവിത സാക്ഷ്യത്തോടെ ആയിരുന്നു ക്രിസ്തീയ വിശ്വാസത്തെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ ജീവിക്കുകയും ഈ പൈതലിനെ നിങ്ങളുടെ തലമുറയെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിനും പോറ്റി വളർത്തി ഈ തലമുറയെ അവൾ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിനെ അറിയുവാൻ അവൾ ദൈവസഭയ്ക്ക് നിങ്ങളുടെ കുടുംബത്തിന് സമൂഹത്തിന് പ്രയോജനമാകേണ്ടതിന് നിങ്ങളാൽ ആവോളം പ്രോത്സാഹിപ്പിക്കുകയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുവാൻ നിങ്ങൾ എക്കാലവും നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതിനുവേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്കെങ്കിലും ദയാനിധേ അർഹിക്കാത്ത നന്മകളും എനിക്കെങ്കിലും ദയാനിധേ യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കെങ്കിലും സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കെങ്കിലും സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. തലമുറയായി നിങ്ങളുടെ സംഗീതമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ നല്ല പിതാവേ, പ്രഭാതത്തിലേക്ക് ഈ കുടുംബമായി നമ്മൾ ഒരുമിച്ച് കടന്നു വരുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവിനെ സേവിപ്പാൻ നിങ്ങളുടെ നാമത്തിനു വേണ്ടി നിലകൊള്ളുവാൻ പ്രിയ കുടുംബത്തെ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. അവരുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആ കുടുംബത്തിൽ കർത്താവെ മൂത്ത ഒരു പെൺപൈതലിനെ കൊടുത്ത് അനുഗ്രഹിച്ചു. ശേഷം കർത്താവ് ഇവിടെ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രിയ ഈ പെൺപൈതൽ ടിറ്റോ തോമസിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ,
കർത്താവേ, ഇത് അങ്ങയുടെ ദാനമാണ്, ഇത് അങ്ങയുടെ പ്രതിഫലമാണ്, ഇത് പ്രിയ മക്കൾക്ക് കൊടുത്ത അവകാശമാകയാണ്. ഹല്ലേലൂയ. ഈ കുഞ്ഞിനെ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവിടെ ഒരു അനുഗ്രഹമാകട്ടെ. ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും വളർന്ന് അവൾ നടക്കേണ്ടുന്ന വഴിയിൽ അവൾ നടക്കേണ്ടതിന്, അവൾ അഭ്യസിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കപ്പെടുന്നതോടൊപ്പം പ്രിയ കുഞ്ഞിനെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, ഇവളുടെ കർത്താവേ, ഇന്നുകളെ നാളുകളെ അറിയുന്ന ദൈവകരങ്ങളിലേക്ക് ഇവിടെ ഫലമേൽപ്പിക്കുന്നു. അടിയന്റെ ബലഹീനമായ കരങ്ങളിൽ ഇരിക്കുമ്പോഴും ഈ കുഞ്ഞ് സ്വർഗത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ്, സ്വർഗം ഇവിടെ അനുഗ്രഹിച്ചാട്ടെ, ഇവിടെ ഒരു അനുഗ്രഹമാകട്ടെ. അവൾ ദൈവസഭയ്ക്ക് ദൈവനാമത്തിന് ഒരു അഭിമാനമാകട്ടെ, പ്രിയ കുടുംബത്തിന് അഭിമാനമായി മാറട്ടെ. ഈ നശിച്ച തലമുറയിൽ അവൾ ഒരു വ്യത്യസ്തയായിട്ട്, ഓ ഹല്ലേലൂയ, സമൂഹത്തിന് പ്രയോജനമുള്ളവളായി മാറേണ്ടതിന് ഈ പൈതന്റെ ഭാവിയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദുഷ്ടൻ അവകാശം പറയാതിരിക്കത്തക്കവണ്ണം ഈ കുടുംബത്തിന്റെ നന്മകളെ, തലമുറകളെ, ഹല്ലേലൂയ, യോബിന്റെ ഭവനത്തിന് ചുറ്റും ദൈവദൂതന്മാരുടെ കാവൽ കൽപ്പിച്ചതുപോലെ ഈ ഭവനത്തിന് കൽപ്പിച്ചാക്കുന്ന കർത്താവേ, കുഞ്ഞിന് കർത്താവ് വിശേഷമായി സൗന്ദര്യം കൊടുത്താൽ, ബുദ്ധി കൊടുക്കണമേ, അറിവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം കൊടുക്കണം കർത്താവേ. ഈ പൈതലായിരിക്കുന്ന സകല മേഖലകളിലും അവൾ സുരക്ഷിതയായിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഈ കുഞ്ഞിനോട് ഇരിക്കണം കർത്താവേ. അവൾ ഭക്ഷിക്കുന്ന ഭക്ഷണം, അവൾ ശ്വസിക്കുന്ന വായു, അവൾ കുടിക്കുന്ന ജലം, അവൾ ഇടപെടുന്ന സകല വായു മണ്ഡലങ്ങളും ഞങ്ങൾ ശുദ്ധീകരിക്കുന്ന കർത്താവേ. ആരോഗ്യവും ആയുസ്സും ദൈവകൃപയിൽ കുഞ്ഞിന്റെ മേൽ ചൊരിയുമാറാകും. പൈതൽ വളർന്നു, ജ്ഞാനം തുറന്നു, ദൈവകൃപ അല്ലെങ്കിൽ നിറയപ്പെട്ടു. കർത്താവ് അവരുടെ കൂടെ ഇരുന്നു എന്ന് പറയത്തക്കവണ്ണം യേശുവിനോട് കുഞ്ഞ്, ഓ യേശുവിനോട് കൂടെ ദൈവകൃപയോട് ഈ പൈതൽ വളരേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് ദൈവസഭ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇവിടെ ഒരു അനുഗ്രഹമാകട്ടെ, ഇവരുടെ പേര് പ്രസിദ്ധമാകട്ടെ. In the name of Jesus, യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് നിങ്ങൾ ഒരുമിച്ച് ദൈവസഭ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദാനത്തിനായി സ്തോത്രം, ഈ പ്രതിഫലത്തിനായി സ്തോത്രം, ഈ അവകാശത്തിനായി സ്തോത്രം, ക്രിസ്തു മുദ്രയിട്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവ്. ഈ പൈതലിന് ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവാൻ, അവൾ സഞ്ചരിക്കേണ്ട വഴിയിൽ അവളെ നടത്തുവാൻ നിങ്ങൾ ഇരുവർക്കും തുല്യ അവകാശവും ഉത്തരവാദിത്വമാണ് ഉള്ളത് എന്ന് ബോധിപ്പിച്ചു നിങ്ങൾ ഇരുവരുടെയും കരങ്ങളിലേക്ക് ഞാൻ ഈ കുഞ്ഞിനെ തിരികെ ഏൽപ്പിക്കും. ആമേൻ. ഈ കുടുംബത്തെ ഓർത്ത് നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുകയാണ്. ഈ അവസരത്തിൽ പ്രിയ സ്ഥാനൻ പാസ്റ്റർ ഈ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടങ്ങി എല്ലാ കരങ്ങളും കുടുംബത്തിന് നേരെ നീട്ടിപ്പിടിച്ചു ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ അകത്ത് നിന്ന് കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഹോളിനകത്ത് സഭ സ്ഥാപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കേട്ടതുപോലെ അങ്ങയുടെ പദ്ധതിയായിരുന്നു കുടുംബം. പിതാവേ, ഞങ്ങൾ ഇന്ന് ആയിരിക്കുന്ന സാഹചര്യങ്ങൾ അനേക കുടുംബങ്ങൾ ശിഥിലമാക്കിക്കൊണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ നടുവിലാണ്. ഇന്ന് രാത്രി അതിന്റെ നടുവിലും നിങ്ങൾ നോഹയെ കുറിച്ച് കേൾക്കുമ്പോൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ നടുവിൽ ചിലത് പണിയുവാൻ അവന് കൃപ ലഭിച്ചു. ഹല്ലേലൂയ. ഈ പകലിൽ ചിലത് പണിയുവാൻ ഇവരെ കർത്താവ് വേർതിരിക്കുന്നതിനായി ശ്രമിക്കും. ദൈവം പറഞ്ഞതിനെ അതിന്റെ അളവിൽ പണിത് അവസാനം അവനും കുടുംബവും ആ വലിയ ന്യായവിധിക്കകത്തുനിന്ന് രക്ഷപ്പെട്ടതുപോലെ ഇന്ന് പകൽക്കാലം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുടുംബ ജീവിതത്തെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്ന പൈശാചിക മേഖലകൾക്കും മാനുഷിക തലങ്ങൾക്കും അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുവാൻ ഇവർ ഒരു ഉദാഹരണമായി മാറുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി തമ്പുരാനെ ഈ പട്ടണത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവേ, അങ്ങയുടെ വലിയ സംരക്ഷണത്തിന്റെ കരം ഇവർക്ക് ചുറ്റും ഇറങ്ങി നിൽക്കേണ്ടതിനായി
ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ കേട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും ദൈവത്തിന്റെ വചനം ഞങ്ങളിലേക്ക് ഞങ്ങളിൽ വെളിപ്പെട്ടു കാണണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ സ്വഭാവത്തിന്റെ ഗുണങ്ങളും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞങ്ങളിൽ എന്ത് നിക്ഷിപ്തമായിരിക്കുന്നു, ഒരു ഭർത്താവ് എന്ന രീതിയിൽ, ഒരു ഭാര്യ എന്ന രീതിയിൽ, ഒരു മക്കൾ എന്ന രീതിയിൽ സ്വർഗം ഞങ്ങളിൽ നിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു, ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കുടുംബം വളർന്നു വരേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞിനെ ഇന്ന് പകൽക്കാലം കർത്താവെ ആലയത്തിൽ കൊണ്ടുവരുമ്പോൾ കർത്താവിന്റെ തെളിവുകൾ ഒത്തിരി ഞങ്ങൾക്ക് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുവാനുണ്ട്. ഹല്ലേലൂയ. ഹന്ന ഹല്ലേലൂയ യഹോവ തന്നതിനെ ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ ഞങ്ങൾ യഹോവ ഞങ്ങൾക്ക് തരുന്ന ദാനം, പ്രതിഫലം, അവകാശം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നു മുതൽ ഈ കുഞ്ഞിന്റെ മുഴുവൻ നിയന്ത്രണങ്ങൾ സ്വർഗ്ഗം ഏറ്റെടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിനെ കർത്താവെ ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കർത്താവെ പ്രിയ ബ്രദറിനെ പ്രിയ സഹോദരിയെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി ഞങ്ങൾ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എല്ലാ മേഖലകളിലും ഇവർ സന്തോഷമുള്ളവരായി, സംതൃപ്തിയുള്ളവരായി, സമാധാനമുള്ളവരായി മാറേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിനെ ഒരിക്കൽ കൂടി ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിന്റെ ജ്ഞാനത്തെ, അറിവിനെ, കഴിവിനെ, ബുദ്ധിയെ, നിറത്തെ, സൗന്ദര്യത്തെ, വളർച്ചയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കുഞ്ഞു കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന വെള്ളം, ധരിക്കുന്ന വസ്ത്രം, ആയിരിക്കുന്ന വായു മേഖലകൾ ഞങ്ങൾ അതിനെ ശുദ്ധീകരിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവഹിതമല്ലാത്ത നോട്ടങ്ങൾ, വാക്കുകൾ, സ്പർശനങ്ങൾ, നിരൂപണങ്ങൾ, ഹൃദയ വിചാരങ്ങൾ, കൈമാറ്റങ്ങൾ സകലതിനെ ഞങ്ങൾ ആത്മാവിൽ ശാസിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളെ ചെയ്തതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വർഗ്ഗം അംഗീകരിച്ചതിനായി സ്തോത്രം. പുത്രന്റെ നാമത്തിൽ തന്നെ അങ്ങ് കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിനക്ക് കൃപയരുളുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. വീണ്ടും സാന്നിധ്യത്തിനകത്തേക്ക് നമ്മളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ പ്രാർത്ഥിച്ചു തുടങ്ങിയ നിമിഷം മുതൽ ഇത്രത്തോളം സമയം വരെ ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച അവസരത്തിന് നന്ദി പറയുന്നു. സാന്നിധ്യം കൊണ്ടും ശബ്ദം കൊണ്ടും ഒരുപോലെ ഇന്ന് പകൽക്കാലം വീണ്ടും കർത്താവിന്റെ ഹിതങ്ങൾ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് ലഭിച്ച അവസരത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളോട് പറയുന്നതെല്ലാം ശ്രദ്ധ വെച്ചു കേട്ടുകൊണ്ട് അത് ഒഴുകി പോകാതെ ഹല്ലേലൂയ കേട്ട ഹൃദയത്തിൽ സംഗ്രഹിച്ച് അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രായോഗിക മേഖലകളിലേക്ക് വചനം തെളിവായി ഇറങ്ങി വന്നിട്ട് ഞങ്ങളിൽ ഫലമുള്ളവരായി ഞങ്ങൾ മാറത്തക്ക നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ആ മേഖലകളിൽ ഈ ദിവസങ്ങളിൽ സഞ്ചരിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾ ചെയ്യുവാൻ നിങ്ങളുടെ അഭിഷിക്തനെ നീ
അധികാരപ്പെടുത്തിയല്ലോ, അഭിഷേകത്താൽ നിർത്തിയല്ലോ. ആരാധനകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ അഭിഷിക്തന്മാരെ സ്വർഗം സഹായിച്ചുല്ലോ. കടന്നു വന്ന ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി കർത്താവേ, ഇന്ന് ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ഈ പ്രിയ കുടുംബത്തെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾക്കകത്ത് ഈ ദിവസങ്ങളിൽ വീണ്ടും ഞങ്ങളെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ച്, അല്ലെങ്കിൽ നാളുകളിൽ ചിലർക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുവാൻ, ഞാൻ അബ്രഹാമിന്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കോബിന്റെ ദൈവമെന്നും അടുത്ത തലമുറകളോട് ദൈവം അവനെ അഡ്രസ് ചെയ്യാൻ ഉപയോഗിച്ചതുപോലെ ഈ കുടുംബത്തെ നോക്കി ഇവർ ഒരു മാതൃകയുള്ള കുടുംബമെന്ന് നാളുകളിൽ ചിലർക്ക് ചൂണ്ടിക്കാണിക്കത്തക്ക നിലവാരത്തിൽ ഇവരുടെ ആ സ്നേഹത്തിലും സംരക്ഷണത്തിലും കർത്താവിന്റെ മറച്ചു പിടിക്കലുകൾക്കകത്ത് ഇവരെ സൂക്ഷിച്ച് കർത്താവ് വഴി നടത്തുന്നതിനായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. അന്ന് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ആരാധനകളും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കടന്നുപോയ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം.